അതേ നിലവിളി തന്നെയാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു കർത്താവ് നിലവിളിക്കുന്നത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഏലി ഏലി ലമ്മ ശബത്താനി എന്ന് നിലവിളിച്ചുകൊണ്ട് യേശു പ്രാണനെ വിട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ നിലവിളി പഴയ നിയമത്തിലെ പരമപ്രധാനമായ ഒരു വലിയ സംഭവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ നിലവിളിയെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ മഹാപാപ പരിഹാര ദിവസം എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ അന്നത്തെ യഹൂദന്മാർ ചെയ്തിരുന്ന ഒരു പരമ്പരാഗതമായ ചടങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ നിലവിളിയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ പാപപരിഹാര ദിവസം 2 ആട്ടുകൊറ്റന്മാരെ ആലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ചീട്ടിട്ടിട്ട് ഒരു ചീട്ടിന്റെ അകത്ത് ഇത് ദൈവത്തിനുള്ളത്, മറ്റത് അസസ്യേലിനുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഈ ചീട്ട് വീഴുന്ന ആദ്യത്തെ ദൈവത്തിന് എന്ന് ചീട്ട് വീഴുന്ന ആടിനെ മഹാപുരോഹിതനെ അറുത്ത് ആ മഹാപുരോഹിതൻ ആ ആടിന്റെ രക്തവുമായിട്ട് ആലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് തനിക്ക് വേണ്ടിയും ജനത്തിനു വേണ്ടിയും പാപപരിഹാരത്തിനു വേണ്ടി അറുക്കപ്പെട്ട ദൈവത്തിന് എന്ന ചീട്ട് വീണതായ ആടിന്റെ രക്തവുമായിട്ട് തനിക്ക് വേണ്ടി യാഗമർപ്പിച്ചതിന് ശേഷം ജനങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ആലയത്തിന്റെ വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് കയറി പോവുകയാണ്. ഇനി അടുത്ത ഒരു ആട് എന്ന് പറയുന്നത് അസസ്യേൽ എന്ന് പേര് ചീട്ട് വീണ ആടാണ്. ഈ ആടിനെ പുരോഹിതൻ അതിന്റെ തലയിലേക്ക് കൈവച്ചിട്ട് ഇസ്രായേൽ ജനമെല്ലാം അതിനെ നേരെ കൈനീട്ടിട്ട് അവരുടെ പാപങ്ങളെല്ലാം ഈ ആടിന്റെ മേൽ ചുമത്തി ഇതിന്റെ തലമേൽ ചുമത്തുകയാണ്. ഇനി പുതിയ നിയമത്തിലെ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുന്നു, നമ്മുടെ അകൃത്യങ്ങളെല്ലാം ക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെട്ടു, നമ്മുടെ പാപങ്ങളെല്ലാം ക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെടുകയാണ്. അതുപോലെ തന്നെ ഈ ആടിന്റെ മേൽ ആ ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങളെ ചുമത്തിയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ ഈ ആടിനെ കൊണ്ട് വിജനമായ മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് മരുഭൂമിയുടെ ഒത്ത നടുക്കെത്തുമ്പോൾ, വിജനമായ സ്ഥലത്തെത്തുമ്പോൾ ഈ ആടിനെ മരുഭൂമിയിലേക്ക് വിട്ടിട്ട് ഈ മനുഷ്യൻ പോവുകയാണ്. ഈ മരുഭൂമിയിൽ കിടന്നുകൊണ്ട് ഈ ആടിന്റെ ഒരു അലറി നിലവിളിയുണ്ട്. എന്താണെന്നറിയാമോ? നീ എന്നെ കൈവിട്ടതെന്ത്? ഹല്ലേലൂയ! നീ എന്നെ കൈവിട്ടതെന്ത്? ദാഹം ശമിപ്പിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ട് നിന്ന് ആരും സഹായമില്ലാതെ ഈ ആടും മരുഭൂമിയിൽ കിടന്നുകൊണ്ട് അലറി നിലവിളിക്കുകയാണ്. സകല ഇസ്രായേൽ ജനത്തിലെ പാപങ്ങൾ ചാലയിൽ ചുമന്നുകൊണ്ട് വന്ന് ഈ കുഞ്ഞാട് കൈവിടപ്പെട്ടവനായി മരുഭൂമിയിൽ നിന്നുകൊണ്ട് അലറി നിലവിളിക്കുക, എന്നെ കൈവിട്ടതെന്ത്? എന്നാൽ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ഇസ്രായേൽ ജനത്തിന് മനസ്സിലാകുന്ന ഈ പാപപരിഹാര യാഗത്തെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇസ്രായേലിനോട് യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മരുഭൂമിയിലേക്ക് നിങ്ങൾ അയക്കുന്ന ഒരാടില്ലേ? ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് പോകുന്ന ഒരാടില്ലേ? അത് യേശുവാണെന്ന് യോഹന്നാൻ വിരൽ ചൂണ്ടി പറയുകയാണ്. ആ നിലവിളി മരുഭൂമിയിൽ മുഴങ്ങുന്നത്, നീ എന്നെ കൈവിട്ടതെന്നാണ്. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെടുമ്പോൾ മറ്റൊരാട് പാളയത്തിന് പുറത്ത് അവൻ മനുഷ്യന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഒരു നിലവിളിക്കുന്നു, നീ എന്നെ കൈവിട്ടതെന്ത്? ഇതുപോലെയാണ് മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി യേശു കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് നമ്മുടെ എല്ലാ അകൃത്യങ്ങൾ ക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെട്ടിട്ട് യേശു നിലവിളിച്ചു, അവൻ എന്നെ നീ കൈവിട്ടതെന്താണ്? ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എത്ര പേർക്ക് ഇന്ന് പകൽ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നു? അന്നത്തെ ആട് സ്തോത്രം ഇസ്രായേലിന്റെ പാപങ്ങൾ മാത്രം പരിഹരിക്കുന്ന ആടായിരുന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് ലോകത്തിന്റെ സർവ്വ പാപങ്ങളും പരിഹരിക്കുവാൻ വേണ്ടി ഉലകത്തിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ നിന്ദകൾ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് ഗോൽഗോത്തയുടെ നെറുകയിൽ എന്റെ കർത്താവ് നമുക്ക് വേണ്ടി അകൃത്യജാഗമായി തീർന്നു. ഇന്ന് പകരം കർത്താവിന്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കുന്ന മഹനീയമായ ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത പങ്കപ്പാടുകളെ, ദൈവം സഹിച്ച വേദനകളെ ഹൃദയമായി നമുക്ക് ഓർക്കാം.